ആയിരക്കണക്കിന് പോലീസ് ബാധ്യത ഒരു മാസം വന്നാൽ 100 അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് സ്ഥാപനത്തിൽ നിന്ന് 8 മണിക്കൂർ ജോലി ചെയ്താൽ കൊടുക്കുന്ന വേതനം എത്രയാ? 550 രൂപ, 630 രൂപ. നമ്മുടെ നാട്ടിൽ തൊഴിലാളി ദ്രോഹ നടപടികൾ എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് പോലും ഓണം ആഘോഷിക്കാൻ വേണ്ടി ഉത്സവമുണ്ട്. തൊഴിലാളികളുടെ തൊഴിലാളി വിരുദ്ധമായ നിലപാട് ഈ മാനേജ്മെന്റ് സ്വീകരിക്കുകയുണ്ടായി. ഈ സ്ഥാപനത്തിന്റെ അവസ്ഥകളൊക്കെ തന്നെ യൂണിയൻ പ്രതികളുമായി ചർച്ച ചെയ്തപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ഒരു നിലനിൽപ്പ് എന്ന രീതിയിൽ ഉത്തരവാദപ്പെട്ട തൊഴിലാളി സംഘടന എന്ന നിലയിൽ മാനേജ്മെന്റിന്റെ ആവശ്യങ്ങളൊക്കെ തന്നെ സംഘടന അംഗീകരിക്കുന്ന രീതിയിലേക്കുള്ള നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഈ ലേ ഓഫ് തുടർന്നു പോകുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് തൊഴിൽ വേണമെന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ലേ ഓഫ് അവസാനിപ്പിക്കുകയും അതോടൊപ്പം തന്നെ തൊഴിലാളികളെ ഈ സ്ഥാപനത്തിൽ നിന്ന് കോപ്പോളിന്റെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ചില നിലപാടുകൾ മാനേജ്മെന്റ് സ്വീകരിക്കുകയുണ്ടായി. ഈ തൊഴിലാളികൾക്ക് ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ആനുകൂല്യങ്ങളും ഏറ്റവും അവസാനമായി സഹകരണ നിയമപ്രകാരം താൽക്കാലിക ജീവനക്കാർക്ക് മിനിമം 5000 രൂപ മാത്രമേ ബോണസ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള മാനദണ്ഡം വെച്ചുകൊണ്ട് ഇന്നലെ വരെ തൊഴിലാളികൾക്ക് 14,500 രൂപ ബോണസ് കിട്ടിയ തൊഴിലാളികളെ ഒറ്റടിക്ക് 5000 രൂപ ബോണസ് കൊടുക്കുന്ന രീതിയിലേക്കുള്ള നിലപാട് സ്വീകരിക്കുകയുണ്ടായി. സ്ഥിരം തൊഴിലാളികൾക്ക് ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റു ചില ആനുകൂല്യങ്ങളൊക്കെ തന്നെ താൽക്കാലിക തൊഴിലാളികൾക്ക് നിഷേധിക്കുന്ന രീതിയിലേക്കുള്ള നിലപാട് സ്വീകരിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ടാണ് യൂണിയൻ വളരെ ഗൗരവത്തോടുകൂടി ആലോചിച്ചുകൊണ്ട് കഴിഞ്ഞ 9 വർഷക്കാലത്തോളമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുള്ളത്. ഉത്തരവാദപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഇരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു സംഘടന എന്ന രീതിയിൽ ഒരു കത്ത് നൽകി കഴിഞ്ഞാൽ അതിന്റെ ഒരു സാമാന്യ മര്യാദ വെച്ചുകൊണ്ട് ആ സംഘടനയുടെ പ്രതിനിധികളെ വിളിച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുവാനുള്ള ഒരു സാഹചര്യവും ഈ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. ഇതിന്റെ ഭാഗമായിട്ട് ഈ വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രതിഷേധ പരിപാടി കഴിഞ്ഞ മാസം നടക്കുകയുണ്ടായി. ആ പ്രതിഷേധ പരിപാടിക്ക് ശേഷം ഈ യൂണിയന്റെ നേതൃത്വത്തിൽ ഈ കോപ്പോളിലെ തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സൂചനാ പണിമുടക്ക് നൽകുമെന്ന് 25 ദിവസം മുമ്പ് മാനേജ്മെന്റിനെ അറിയിച്ചു. ഈ മാനേജ്മെന്റ് യൂണിയൻ കൊടുത്ത കത്ത് പോലും വാങ്ങിക്കാതെ ഒരു ധിക്കാരമായ നിലപാടാണ് യൂണിയൻ നേതൃത്വത്തോട് കാണിച്ചിട്ടുള്ളത്. എന്നാൽ ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ നയിക്കുന്ന കോപ്പോളിൽ മോഡിയുടെ തൊഴിലാളി ദ്രോഹ നടപടികൾ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ആക്ഷേപം.